നത്തിങ് ടു വറി. ഇത് പെട്ടെന്ന് ഉണങ്ങാവുന്ന മുറിവേ ഉള്ളൂ. ഡോക്ടർ, തലയ്ക്ക് നല്ല അടിയിട്ടതല്ലേ? അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? സാർ, ഇത് മെഡിസിൻ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. മുറിവ് പെട്ടെന്ന് ഉണങ്ങും. സോറി ഡോക്ടർ, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തോണ്ടാ. പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതിലിപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. വെൽക്കം. മെഡിസിൻസ് താഴെ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കൊള്ളൂ. ഷോ. ചെറിയ മുറിവാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇത്രയും വലിയ കെട്ട് കെട്ടിയിരിക്കുന്നത്? മുറിവ് ചെറുതാണ്, കെട്ട് നിന്റെ തലക്കനത്തിനുള്ളതാ. അങ്ങനെങ്കിലും നടങ്ങട്ടെന്ന് കരുതി. ഒന്നും മിണ്ടാതിരിക്കടാ. എന്താ അമ്മ പറഞ്ഞ? ഏയ് തൈത്തക്ക, ഞങ്ങള് വഴക്കിട്ടോണ്ടിരുന്നപ്പോ അതിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി വരാൻ നിന്നോടാരാ പറഞ്ഞേ? ഇതിപ്പോ വലിയ പരിക്കൊന്നും ഇല്ലാത്തോണ്ട് സാരമില്ല. പക്ഷെ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ? അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇല്ലേ നോക്കാൻ? ഞങ്ങൾക്ക് അതാണല്ലോ പണി. പിന്നെ എനിക്ക് മാത്രം തലക്കടി വാങ്ങിച്ചു കൂട്ടുന്നതാണല്ലോ പണി. അതിരിക്കട്ടെ, ഇവരുടെ ഇടയിലേക്ക് നീ എന്തിനാ കയറി ചെന്നേ? ഏട്ടനെ തല്ലാൻ വന്നപ്പോ നീ എന്തിനാ ചാടി വീണേ? ആന്റിക്ക് വേണ്ടിയാ. ആന്റിക്ക് ആന്റിയുടെ മോനെ എന്തുമാത്രം ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്റെ സ്ഥാനത്ത് നിന്റെ ചേട്ടനായിരുന്നെങ്കിൽ ആന്റി എത്ര വേദനിക്കുമെന്നും എനിക്കറിയാം. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാവൂ? എന്തെങ്കിലും അബദ്ധം പറ്റിയിരുന്നെങ്കിൽ നിന്റെ ജീവൻ തന്നെ പോയില്ലായിരുന്നോ? പോയാ പോട്ടെ ആന്റി. എവിടെയാ ജനിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് ഒടുക്കെന്താ ഇവിടെ എത്തി. എനിക്ക് വേണ്ടി സങ്കടപ്പെടാൻ അങ്ങനെ ആരുമില്ല. പക്ഷേ ആന്റിയുടെ മോൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആന്റി എന്തുമാത്രം തകർന്നു പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് എന്റെ ജീവനെ കുറിച്ച് എനിക്ക് പേടിയേ ഇല്ലായിരുന്നു. അതൊക്കെ ശരി. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടി ഇനി ചെയ്യരുത്, മനസ്സിലായല്ലോ? ഹലോ, ഞാനിത് ചെയ്തതേ നിങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, എന്റെ ആന്റിക്ക് വേണ്ടിയാ. ചെയ്തത് ആന്റിക്ക് വേണ്ടിയാണെങ്കിലും നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാ. ഇവിടെ എത്തിച്ചത് കൊണ്ട് മാത്രം എല്ലാം ആയോ? പിന്നെ കൊണ്ടുവരണ്ടായിരുന്നോ? അപ്പൊ എന്നെ കൊണ്ടുവരില്ലായിരുന്നു എന്നാണോ? കൊണ്ടുവന്ന കാര്യാ പറഞ്ഞത്. ആഹാ, കണക്ക് പറയാണോ? എന്റെ മുറിവിനുള്ള വാല്യൂ ഇത്രേ ഉള്ളൂ? ഞാൻ എന്തിനാ വാല്യൂ തരുന്നേ? ഹോസ്പിറ്റലിൽ നിന്ന് തരുമല്ലോ ബില്ല്. ആ ബില്ല് കണ്ടിട്ട് വാല്യൂ ഡിസൈഡ് ചെയ്യാം. ഓക്കെ? എന്താ ഇത് ജഗ? അവള് വയ്യാതിരിക്കുവല്ലേ, എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ? അവളെ നമ്മളെ കൊണ്ടുവന്ന പോലെയല്ല, നമ്മളെ അവള് കൊണ്ടുവന്ന പോലെയാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? തലയിൽ ചെറിയൊരു മുറിവുണ്ടെന്നും പറഞ്ഞ് എന്തോ വലിയ അസുഖം ബാധിച്ച പോലെ ഇവിടെ കിടക്കണമെന്നാണോ? കണ്ടില്ലേ? അവളോട് മിണ്ടാതിരിക്കാൻ പറ അമ്മേ. ചുമ്മാ വല വല നനയ്ക്കുവാ. ഞാനൊന്നുമല്ല അലക്കുന്നേ, നിങ്ങൾ എവിടെ കിടന്ന് ചുമ്മാ അലക്കുന്നേ. ഇനി നീ വാ തുറന്നാലുണ്ടല്ലോ, ആ ഡോക്ടറോട് പറഞ്ഞ് നിന്റെ വായിൽ ഞാൻ സ്റ്റിച്ച് ഇടിപ്പിക്കും. വരാൻ പറ. ആ കൊണ്ടുവരുന്ന സൂചി കൊണ്ടേ അവർക്ക് ഞാൻ തന്നെ സ്റ്റിച്ചിടും. എടി നിന്നെ. ജഗ, ആ ഡോക്ടർ എന്ത് ചെയ്തു? പാവം, നിങ്ങളുടെയൊക്കെ കുത്തുകൊള്ളാനും മാത്രം. മോളെ പൂജ, നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. നമുക്ക് വൈകിട്ട് വീട്ടിൽ പോവാം. വൈകിട്ടാക്കുന്ന എന്തിനാ ആന്റി? ഇപ്പൊ തന്നെ നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ എന്തോ വലിയ അസുഖം വന്നതുപോലെ തോന്നുന്നു എനിക്ക്. നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. മോളെ പൂജ, ഏയ്, മോളെ ഏയ് നിക്ക്. മോളെ നോക്കമ്മേ, അവളാണോ പേഷ്യന്റ് അതോ നമ്മളാണോ പേഷ്യന്റ്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ സന്തോഷം നോക്കിയാ മതി. വാ പോവാം. വാ പോവാം. ഏത് സമയത്താണോ? ഒരു വിവരം അറിയാൻ വഴിയില്ലല്ലോ. അവിടെ എന്തായിട്ടുണ്ടാവോ എന്തോ. എന്റെ ഭർത്താവിന് പിണ്ടം വെച്ച പിന്നെ ഞാൻ തലയും കുലുക്കി സമ്മതിച്ചു കൊടുക്കണം. അവിടെ ചെന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ നീ ആലോചിക്കണമായിരുന്നു. അവന്റെ ദേഷ്യത്തിലും ഒരർത്ഥമുണ്ട്. ഒരുപാട് ആവേശം കാണിച്ച് എന്താവൂന്ന് അവനിപ്പോ അറിഞ്ഞിട്ടുണ്ടാവും. അവനിപ്പോ ശരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അവനിപ്പോ ജീവനോടെ തന്നെ ഉണ്ടാവോ ആവോ.
സാധുക്കളോട് നിങ്ങളുടെ കരുത്ത് കാണിക്കരുത്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു. ഇത് വെറൊരു തുടക്കം മാത്രോടാ. എന്നെ എതിർത്തത് ആലോചിച്ച് തന്നെ വേണം നിന്റെ മരണം. ഇതോടെ നിന്റെ ജീവിതം തീർന്നടാ. ഏട്ടാ 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 ചേട്ടാ ഡാഡി എന്തു പറ്റി ഡാഡി? മോനെ ഡാഡി എന്ത് പറ്റി ഏട്ടാ? ഏട്ടാ എന്ത് പറ്റി ഏട്ടാ? ഇതെന്താ രക്തമൊക്കെ? ഏതാണ് ആ പെൺകുട്ടി? അതാരാ നിനക്കറിയാം? ആ വീട്ടിൽ താമസിച്ചു ആ വീട്ടിലെ മനുഷ്യരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും മടിയില്ലാത്ത ആ കുട്ടി ആരാണ്? അമ്മാവൻ ഇത് ആരെക്കുറിച്ചായി പറയുന്നു? ആ വീട്ടിൽ പൂജയല്ലാതെ വേറെ ഏത് പെൺകുട്ടിയുള്ളത്? ഇത്ര രക്തം വരാൻ മാത്രം അവിടെ എന്താ ഉണ്ടായത് ഏട്ടാ? എന്താ സംഭവിച്ചത്? എന്റെ ഏട്ടൻ അവിടെ എന്തെങ്കിലും ചെയ്തോ? ഇതെന്റെ രക്തമല്ല, ആ പെൺകുട്ടിയുടെയാ. പെൺകുട്ടിയുടെ രക്തമോ? അങ്ങനെ പറയുമ്പോ പൂജയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണൂ? അവിടെ വെച്ച് വഴക്കുണ്ടായപ്പോ എന്റെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ അത് എന്റെ ആളാണെന്നാണ് അർത്ഥം. അപ്പൊ ഈ വീട്ടിലൊരു രക്തരക്ഷസ് ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളായിരുന്നോ? ചേട്ടന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോയിട്ട് എന്റെ പൂജയെ തല്ലിയിട്ട് വന്നിരിക്കുക. ഇയാളെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഈ രക്തം എന്റെ മുഖത്തേക്ക് വീണപ്പോ എന്റെ ദേഷ്യം മുഴുവൻ അടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മുഖത്ത് പറ്റിയ ഈ രക്തം എന്നോട് എന്തോ പറയാതെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൾ ആരായാലും വലിയ മനസ്സുള്ളവളാ. അതുപോലുള്ള മനുഷ്യരുടെ ഇടയിൽ ആ വീട്ടിൽ ജീവിക്കേണ്ടവളല്ല ആ കുട്ടി. എന്നാലും ആ കുട്ടി ആരാണ്? ആ വീടുമായിട്ട് അവൾക്കുള്ള ബന്ധം എന്താണ്? ഡാഡി ഏട്ടാ ഏട്ടാ അവള് കാണുന്നത്ര നിഷ്കളങ്കിയൊന്നും അല്ല.
ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് എന്നോട് വഴക്കുണ്ടാക്കിയവളാ. ഞാൻ പറയുന്നത് സത്യമായിട്ട്. ആ ശരിയാ ഡാഡി, അന്ന് കോളേജിൽ വന്ന് എന്നോട് നല്ലുണ്ടാക്കി. അതെ ഏട്ടാ, അവള് നല്ലവളാണെന്ന് ഏട്ടന് എങ്ങനെ തോന്നിയത്? അതാരാ മോനെ ആ കുട്ടി? ഈശ്വരൻ അയച്ചതുപോലെ ആ വഴക്ക് തീർത്തല്ലോ. വഴക്ക് തീർന്നല്ലോ, ഒന്ന് സമാധാനിക്കാൻ വരട്ടെ. ആ കുട്ടിക്ക് എന്ത് പറ്റിയോന്തോ. ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. അച്ഛനത് എങ്ങോട്ടാ? അച്ഛനൊന്ന് പോയതിന്റെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമൊക്കെ അറിയോ? ഏയ്, നമുക്ക് വേണ്ടി അടികൊണ്ട കുട്ടിയാടാ, അതിനൊന്നും പോയി കാണണ്ടേ? അതിനല്ലേ അച്ഛൻ ഞാനിവിടെ ഉള്ളേ. ഞാൻ പോയി കണ്ടിട്ട് വരാം. ഞാൻ അവിടെ ചെന്ന് ആ കുട്ടിയെ കണ്ട് പരിചരിച്ച് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ആ മുറിവ് ഉണങ്ങുന്നവരെ ഞാൻ അവിടെ തന്നെ നിന്നോളാം. അത്രയ്ക്ക് സ്നേഹിക്കണ്ട, പോയൊന്ന് കാണണം, കാര്യങ്ങൾ അന്വേഷിക്കണം, അത്രയൊക്കെ മതി. ശരി അച്ഛാ, എന്നെ കാണുമ്പോ തന്നെ ആ കുട്ടിക്ക് ഓക്കെ ആവും. അതെ, പോകുമ്പോ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിച്ചേക്ക്. ആ ശരി അച്ഛാ. പൂജ, ജ്യൂസ് കുടിക്കും മോളെ. എനിക്ക് ജ്യൂസ് വേണ്ട ആന്റി. രക്തം കുറച്ച് പോയതുകൊണ്ട് ജ്യൂസ് കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു മോളെ. ഈ പഴങ്ങളൊക്കെ കഴിക്കുമ്പോ അത് ശരിയായിക്കോളൂ ആന്റി. ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പഴങ്ങളൊക്കെ കഴിച്ച് നല്ല പോലെ റെസ്റ്റ് എടുക്ക്. ഞാൻ പോയി ഫുഡ് റെഡിയാക്കട്ടെ. അങ്ങനെ ആയിക്കോട്ടെ ആന്റി. ഇവിടെ ക്ലീൻ ചെയ്തില്ലായിരുന്നു. ഇത് തേത്തക്കയുടെ മുറിന്നാണല്ലോ. തേത്തക്ക, ഇവിടെ ഞാനെന്ന്. തേത്തക്ക, എന്താ ഇതൊക്കെ? ഓറഞ്ച് കഴിക്കുന്നത് ഒരു കണ്ടിട്ടില്ലേ? ഇതൊന്നും വൃത്തിയായിട്ട് ചെയ്യാൻ അറിഞ്ഞൂടെ? ഇതിന്റെ തൊലി കളയുന്നതേ ബുദ്ധിമുട്ടിയാ. അതിന്റെ ഇടയിൽ വൃത്തി നോക്കാത്ത കുഴപ്പവും കൂടെ ഉള്ളൂ. കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഉണ്ട്, പക്ഷെ തിന്നാതിരുന്നാ പിന്നെ എനിക്ക് ബ്ലഡ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടേ എനിക്ക് വല്ലാത്ത ക്ഷീണമായിപ്പോയി. ശരി, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. താഴെ ഇടാതെ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ ഡസ്റ്റ്ബിന്നിലിട്, പിന്നെ എടുത്ത് കളയാം. ഇതാ വച്ചിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം ഇതെല്ലാം ഡസ്റ്റ്ബിന്നിലിടണേ. എന്തൊക്കെയാ കാണിക്കുന്നത്? ഇത് ഓറഞ്ചിന്റെ നീരാ. അതെങ്ങനെ എന്റെ കണ്ണി തെറിച്ചെന്ന്? എങ്ങനെയാന്നോ നോക്കിക്കേ, ഇതാ നീ മനഃപൂർവ്വം ചെയ്താണല്ലേ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇതേ നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ കാണിച്ചതാ. എന്റെ കണ്ണ് വല്ലാതെ നേർന്നു. ഒന്നും കാണാനും പറ്റുന്നില്ലല്ലോ. ഹലോ ചേട്ടായി. ചേട്ടാ, നിങ്ങളുടെ കണ്ണില് കണ്ണീരോ? ആരേട്ടാ, ആരേട്ടനെ കരയിച്ചെന്ന് പറ. ഈ ബൊക്ക ഞാൻ അവന്റെ നെഞ്ചത്ത് വയ്ക്കും. എടാ, ഈ ബൊക്കയും ഫ്രൂട്ട്സും ഒക്കെ എന്തിനാ?
അത് പിന്നെ അ- ആദ്യം ചേട്ടന്റെ കണ്ണിലെന്താ പറ്റിയെന്ന് പറ. അത് കരയുന്നല്ലടാ, ആ തെയ്ത്തൊക്കെ എന്നെ. എങ്ങനെ? ഒന്നുമില്ലടാ, എല്ലാം നിനക്ക് അറിയണോ? ആ കാരണമില്ലാതെ ആരും കരയത്തുമില്ല. കരഞ്ഞാ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പ എന്റെ സാഹിത്യം എങ്ങനെയുണ്ട് ചേട്ടാ? നന്നായിട്ടുണ്ട്. നീ പോയി സ്റ്റാറ്റസ് ഇട്. നല്ലതാണെങ്കിൽ ലൈക്സ് കിട്ടും, അല്ലെങ്കിൽ നിനക്ക് നല്ല ഇടിയും കിട്ടും. അതിന് ആ കൊച്ചിന് അടി കിട്ടിയ നീ എന്തിനാ ചേട്ടാ കരയണേ? മിണ്ടാതിരിക്കടാ. ഞാൻ എന്തിനാ അവൾക്ക് വേണ്ടി കരയുന്നേ? അമ്മേ, കുറച്ച് വെള്ളം എടുക്കോ? കണ്ണ് നല്ല നീറ്റല്. എന്റെ ഉള്ളുടുപ്പിൻകുട്ടി നിൻ കഴുത്ത് മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ഹലോ ചിലങ്കേ, എങ്ങനെയുണ്ട് ഇപ്പൊ? എനിക്ക് അടി കിട്ടിയ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞേ? വേറെ ആര് പറയാൻ, ചേട്ടൻ തന്നെ. നിങ്ങള് കമ്പനിയുടെ ഓണർ തന്നെയല്ലേ? എന്റെ ദൈവമേ, എല്ലാവർക്കും മനസ്സിലായ? ഓണർ ഞാൻ തന്നെ അല്ലെന്നാരാ പറഞ്ഞേ? അസൂയക്കാരങ്ങനെ പലതും പറയും. നിങ്ങൾ ഓണർ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളെ എന്തിനാ ചേട്ടാന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ടൈപ്പ് അല്ലേ. അവൻ എന്റെ ഫ്രണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അവൻ എന്നെ സാറെന്ന് വിളിക്കാറുള്ളൂ. അങ്ങനെയാണോ? പക്ഷെ അയാൾ ഒരുമാതിരി സീരിയസ് ആയിട്ട് എപ്പോഴും മുഖവും വലിച്ചു കയറ്റി എല്ലാരോടും പുച്ഛഭാവത്തോടെ പെരുമാറുന്നു. അയാള് കേട്ടോണ്ട് വരും. നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അത് പിന്നെ അയാള് തെറ്റിദ്ധരിക്കില്ലേ, അതുകൊണ്ടാ. അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നുമില്ല. എത്ര ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞാലേ ഉള്ളോണ്ട് ആള് പാവ. ആള് വളരെ ശുദ്ധനാ. ഞാനെന്ന് പറഞ്ഞ ജീവൻ കളയും. നമ്മളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. ചിരിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ, പാവമാണ്. 1000-ലെ ഒരേ ഒരാൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാലേ 6 അടി പൊക്കമുള്ള ഗോൾഡൻ ബോയ്. അതുകൊണ്ട് അയാൾ എന്റെ പ്രാണനാ. അതുകൊണ്ടല്ലേ നിന്നെ ഇവിടെ തന്നെ താമസിപ്പിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാലേ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അന്ന് അയാളെ കുറിച്ച് ശരിക്കും അറിയാതെയാ ഞാൻ ജോലിന്ന് പിരിച്ചുവിടണമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ അത്രയും ജോലിയുള്ളപ്പോ ഇയാൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്ന അതും ശരിയല്ലല്ലോ. അത് ശരിയാ, നീ പറഞ്ഞ ഞാൻ ചെയ്യാതിരിക്കോ? ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ അതെ, അത് ശരിയാവില്ല. നമ്മളെന്തിനാ ആ ടോപ്പിക് ഇപ്പൊ സംസാരിക്കുന്നേ? വെറുതെ ഇടി കിട്ടാൻ വേണ്ടി. അത് പോട്ടെ, നമുക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കാം. നമ്മളെ കുറിച്ചോ? അതെ, നിന്നെ കുറിച്ച് തന്നെ, നിന്റെ ആരോഗ്യത്തിനെ കുറിച്ച്. എന്റെ ആരോഗ്യത്തിന് എന്താ, സുഖമായിട്ടിരിക്കുന്നു. ഓ, കഴിഞ്ഞ മാസം 9-ാം തീയതി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്ന ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് തരാമോ? ഈ തെയ്ത്തൊക്കെ കാരണം എന്റെ ഒരു പണി നടന്നില്ല. ഹലോ. ഹലോ, നമസ്തേ സർ. ആരാണ്? ശ്രീ വെങ്കടേശ്വര ട്രാവൽസിൽ നിന്നാണ് വിളിക്കുന്നത് സാർ. എനിക്ക് ട്രാവൽസിന്റെയോ നിങ്ങൾ തരുന്ന പാക്കേജസിന്റെയോ ഒരാവശ്യമില്ല, പ്ലീസ് സാർ. പാക്കേജിനെ കുറിച്ച് പറയാനല്ല മോനെ, ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാ വിളിച്ചത്. എന്ത് ഇൻഫർമേഷൻ? അതെ സാർ, കഴിഞ്ഞ മാസം ജൂൺ 9-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നവരുടെ ലിസ്റ്റ് ചോദിച്ചില്ലേ? ഞാനോ? വല്ലവരും ട്രാവൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എനിക്കെന്തിനാ? ആ ഡീറ്റെയിൽസ് ചോദിച്ചു വന്നവർ വിളിക്കാൻ ഈ നമ്പറാ തന്നത്. ഏതോ പൂജ എന്ന് പേരുള്ള കുട്ടിയാ. പൂജയോ?